നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ്. എറണാകുളം എളമക്കര പോലീസാണ് കേസെടുത്തത്. നേരത്തെ 2022 സനൽകുമാറിനെതിരെ ഇത്തരത്തിൽ കേസെടുത്തിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. ഇത് ആദ്യമായല്ല സനൽകുമാർ ശശിധരനെതിരെ ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത്, അതും അതേ നടിയുടെ പരാതിയിൽ ഇപ്പോൾ രണ്ടാമതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഈ സനൽകുമാർ ശശിധരൻ അവരുടെ പേര് പറയാതെയുള്ള ഓരോ പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അതിനോടൊപ്പം ചേർത്തിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് അത് ആരെ പറ്റിയാണ് അദ്ദേഹം പറയുന്നതെന്ന് വ്യക്തവുമായിരുന്നു. എന്താണിപ്പോൾ പോലീസ് എടുത്തിട്ടുള്ള കേസ്? സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരനെതിരെ ഈ നടിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. എളമക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇനി ഏത് വിധത്തിലായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ആദ്യമായല്ല ഈ നടിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇതിനു മുൻപും ഈ നടി പരാതി നൽകിയതാണ് സനൽകുമാറിനെതിരെ. അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള സൈബർ അധിക്ഷേപം ആവർത്തിക്കുന്ന സാഹചര്യമാണ്. ഒരു ഓഡിയോ സന്ദേശമടക്കം പുറത്തുവിടുന്നു. പക്ഷെ ഇത് ആ നടിയുടേതല്ല എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാകും. അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപക്വമായിട്ടുള്ള ഒരു നിലപാടാണ് സനൽകുമാർ ശശിധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ നിന്നും എന്താണ് സനൽകുമാർ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നടി ഇതിനോടകം ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പരാതി നൽകുക എന്നത് മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നടപടി. ഈ ഓഡിയോ അത് ആരുടേതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യമായി ഈ നടിയെ അധിക്ഷേപിക്കുന്നത്, ഫോട്ടോ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നടിയുടെ ഈ ഇത്തരത്തിൽ നടിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത്. നടിയുടെ ജീവന് ഭീഷണിയാണ്. അത് പൊതുസമൂഹവും മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തണം. താൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നടിയുടെയും നടിയുടെ മകളുടെയും ജീവിതത്തിന് ഭീഷണിയുണ്ട്. അത് അവരുടെ ചില ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സനൽകുമാർ ശശിധരൻ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് തുടർച്ചയായി ഇടുന്നത്. അതോടൊപ്പം ഈ ഒരു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നടിയുടെ പേരും ചിത്രവും വെച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വന്നതിന് പിന്നാലെ ന്യൂസ് 18 അടക്കം ഇതിനെ വാർത്തയാക്കിയിരുന്നു. അതുൾപ്പെടെ പിന്നീട് സനൽകുമാർ ശശിധരൻ തന്റെ ഫേസ്ബുക്കിൽ പകർത്തി അതിനെ തന്നെ രൂക്ഷമായി വിമർശിക്കുന്ന ഭാഷയിൽ വീണ്ടും ഇത്തരത്തിൽ അധിക്ഷേപം ആവർത്തിക്കുന്ന സാഹചര്യമാണ്. എന്താണ് സനൽകുമാർ ശശിധരൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും നടി പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസെടുത്തു. പക്ഷെ ഇതിൽ എങ്ങനെയാണ്, ഈ അമേരിക്കയിലായതിനാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എന്ന് ഉറ്റുനോക്കുകയാണ്. നടി ഇതിനോടകം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഇത് നമുക്കറിയാം, സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ പല തരത്തിൽ ഈ നടിയെ അപമാനിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പുകളാണ് ആവർത്തിച്ചിടുന്നത്. ഈ ശല്യം സഹിക്കാൻ വയ്യാതെ തന്നെയാണ് ഈ നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖ നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരിക്കുകയാണ്.